പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് 10ാം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ 4ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ എന്ന് പറയുന്ന പാഠഭാഗമാണ്. നമുക്കറിയാം, ലോകത്ത് ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ യാത്രകൾക്കും അതുപോലെ മറ്റു പല ആവശ്യങ്ങൾക്കും വിവിധ തരത്തിലുള്ള മാപ്പുകൾ നാം ഉപയോഗിക്കുന്നവരാണ്. വളരെ സ്പീഡായപ്പോൾ, ലോകം തന്നെ ഈ ആധുനിക കാലഘട്ടത്തിൽ വളരെ സ്പീഡായപ്പോൾ, നാം ഏത് ഭാഗത്തേക്കാണോ ഏത് ദിശയിലേക്കാണോ സഞ്ചരിക്കേണ്ടത് ആ ദിശ നമുക്ക് തരംതിരിച്ചു തരുന്ന, തിരിച്ചറിയാൻ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ മുന്നിലെത്തിക്കുന്ന GPS മുതൽ ധാരാളം, ഗൂഗിൾ മാപ്പ് മുതൽ ധാരാളം കാര്യങ്ങൾ മാപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാവുന്നതാണ്. എന്നാൽ എങ്ങനെയാണ് ഈ മാപ്പുകളും ഈ ഭൂപടങ്ങൾ അതുപോലെ ഈ ഗ്ലോബൊക്കെ എങ്ങനെയാണ് ലോകത്ത് ഉണ്ടായത്? വിവിധ തരത്തിലുള്ള മാപ്പുകൾ അല്ലെങ്കിൽ ഭൂപടങ്ങൾ ഏത് രീതിയിലാണ് ലോകത്ത് വന്നത്? പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ഭൂവിസ്തൃതിയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ മാപ്പ് എങ്ങനെയാണ് തയ്യാറാക്കിയത്? ഇത്തരം കാര്യങ്ങളാണ് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ആമുഖത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം ഓരോ രാജ്യത്തെയും അവർ പിടിച്ചടക്കുമ്പോൾ കൃത്യമായിട്ട് ആ രാജ്യത്തെ പിടിച്ചടക്കാനും അവരുടെ കോളനികളാക്കി മാറ്റാനും വേണ്ടി ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പല സവിശേഷതകളും അറിയൽ വളരെ അനിവാര്യമായതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനും അവരുടെ നികുതി പിരിവ് വളരെ എളുപ്പമാക്കാൻ വേണ്ടിയും ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ അവർ മനസ്സിലാക്കാൻ വേണ്ടി ധാരാളം സർവേകൾ ഇന്ത്യയിൽ നടത്തുകയും ഈ സർവേകൾ നടത്തി വിവിധ തരത്തിലുള്ള ഭൂപടങ്ങൾ തയ്യാറാക്കാൻ അവർ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതൃത്വത്തിൽ നികുതി സർവേ, ടോപ്പോഗ്രാഫിക്കൽ സർവേ, ട്രിഗ്നോമെട്രിക്കൽ സർവേ എന്നിങ്ങനെ 3 തരത്തിലുള്ള ഭൂസർവേകൾ നടത്തുകയുണ്ടായി. ഈ സർവേകൾക്കൊക്കെ നേതൃത്വം കൊടുത്തത് 1802 കേണൽ വില്യം ലാൻറ്റൺ എന്ന് പറയപ്പെടുന്ന വ്യക്തിയാണ് ആദ്യമായിട്ട് ഈ ഒരു സർവേക്ക് തുടക്കം കുറിച്ചത്. ഏകദേശം 50 വർഷത്തോളം സമയമെടുത്താണ് അദ്ദേഹം ഈ ഒരു സർവേ നടത്തിയത്. 1/2 ടൺ ഭാരമുള്ള ലോഹനിർമ്മിതമായിട്ടുള്ള, അതായത് ഇരുമ്പിൻ്റെ ഒരു ഉപകരണമായിട്ടുള്ള തിയോഡലൈറ്റ് എന്ന ഭൂസർവ ഉപകരണ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു സർവേ നടത്തിയത്. തിയോഡലൈറ്റിൻ്റെ ഭാരം മാത്രം 1/2 ടൺ ഉണ്ടായിരുന്നു. ഈ ഒരു തിയോഡലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ കേരളം മുതൽ ജമ്മു കാശ്മീർ വരെയുള്ള മുഴുവൻ ഭാഗത്തും ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ സംഘവും വലിയ രീതിയിലുള്ള ഭൂസർവേ നടത്തുകയുണ്ടായി. ഈ സർവേകളിൽ ധാരാളം ഇന്ത്യക്കാർ പങ്കാളികളായിരുന്നു. മാത്രമല്ല, ഒരുപാട് സമ്പത്ത് ചെലവഴിക്കുകയും ധാരാളം ആളുകൾ ജീവത്യാഗം ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് 50 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ഇന്ത്യയുടെ ഭൂപടം ലഭ്യമായത്. 1818 കേണൽ ജോർജ് എവറസ്റ്റ് ഈ സർവേയിൽ ലാംപ്ടണിൻ്റെ സഹായിയായി എത്തുകയും അദ്ദേഹം ഹിമാലയൻ പർവ്വതനിരയുടെ കൃത്യമായിട്ടുള്ള സർവേ നടത്തുകയും അങ്ങനെ അവസാനം അദ്ദേഹം ഹിമാലയൻ പർവ്വതത്തിൻ്റെ ഏറ്റവും ഉയർന്ന കൊടുമുടിയിലേക്ക് അദ്ദേഹം ഈ സർവേയുമായി എത്തുകയും അതിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ എത്തിയതിൻ്റെ ഭാഗമായിട്ട് ജോർജ് എവറസ്റ്റിൻ്റെ എവറസ്റ്റ് എന്നുള്ള പേരിലാണ് പിന്നീട് ഈ ഹിമാലയത്തിലെ ഏറ്റവും വലിയ കൊടുമുടി അറിയപ്പെട്ടത്. അപ്പോൾ എവറസ്റ്റ് കൊടുമുടി വരാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം, അല്ലെങ്കിൽ ഹിമാലയത്തിലെ ഏറ്റവും വലിയ കൊടുമുടിക്ക് എവറസ്റ്റ് എന്നുള്ള പേര് വരാനുണ്ടായ കാരണം
ജോർജ് എവറസ്റ്റ് എന്ന് പറയപ്പെടുന്ന വ്യക്തി ഈ ഒരു സർവേയുമായിട്ട് അവിടെ എത്തുകയും ഈ കൊടുമുടിയുടെ വലുപ്പവും ഉയരവും നീളവും ഒക്കെ അദ്ദേഹം ശരിക്കും കണക്കാക്കി അത് കൃത്യമായി രേഖപ്പെടുത്തിയത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് അതിന് ലഭിച്ചത്. 1854 ഈ സർവേ പൂർത്തീകരിക്കുകയും അങ്ങനെ ആദ്യമായിട്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ധരാതലീയ ഭൂപടം നിർമ്മിക്കപ്പെടുകയും ചെയ്തു. ഇതാണ് ചരിത്രം. അഥവാ ഇന്ത്യയിൽ 1-2 വർഷങ്ങൾ കൊണ്ടല്ല ഇന്ത്യയുടെ ഭൂപടം നിർമ്മിതമായത്. പകരം ധാരാളം വർഷങ്ങൾ, 50ഓളം വർഷങ്ങൾ എടുത്തിട്ടാണ് ഇന്ത്യയുടെ ഭൂപടം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. എന്താണ് ധരാതലീയ ഭൂപടം? ഇംഗ്ലീഷിൽ ടോപ്പോഗ്രാഫിക് മാപ്പ് എന്നാണ് പറയാറുള്ളത്. അതുപോലെ തന്നെ ടോപ്പോ ഷീറ്റുകൾ എന്ന് പറയാറുണ്ട്. അഥവാ ടോപ്പോഗ്രാഫ് എന്നീ 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ടോപ്പോഗ്രാഫിക് എന്നുള്ള പേര് വന്നിട്ടുള്ളത്. ടോപ്പോ എന്നതിൻ്റെ അർത്ഥം സ്ഥലം എന്നും ഗ്രാഫ് എന്നതിൻ്റെ അർത്ഥം വിവരിക്കുക, അഥവാ ടു റൈറ്റ് ഓർ ടു ഡ്രോ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ടോപ്പോഗ്രാഫിക് മാപ്പുകൾ അല്ലെങ്കിൽ ടോപ്പോ ഷീറ്റ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി എന്താണ് ധരാതലീയ ഭൂപടങ്ങളുടെ സവിശേഷതകൾ എന്നാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. എന്താണ് ധരാതലീയ ഭൂപടങ്ങൾ? താരതമ്യേന ചെറിയ പ്രദേശങ്ങളുടെ വിശദമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെയാണ് വലിയ തോത് ഭൂപടങ്ങൾ എന്ന് നമുക്കറിയാം. ഈ വലിയ തോത് ഭൂപടങ്ങളിൽ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളും വളരെ സൂക്ഷ്മമായി ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ധരാതലീയ ഭൂപടങ്ങൾ എന്ന് വിളിക്കാം. അപ്പോൾ ധരാതലീയ ഭൂപടം എന്ന് പറയുന്നത് വലിയ തോത് ഭൂപടങ്ങളിൽ പെട്ടതാണ്. അഥവാ ഇപ്പോൾ ഇന്ത്യയുടെ ഭൂപടം, മൊത്തമായിട്ടുള്ള ഭൂപടം നമുക്കറിയാം, അതൊരിക്കലും ഒരു വലിയ തോത് ഭൂപടമല്ല. കാരണം എന്താണ്? വളരെ പ്രത്യേകമായിട്ടുള്ള, വളരെ സവിശേഷമായിട്ടുള്ള പല കാര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട് വളരെ ജനറലായിട്ടാണ് അത് തയ്യാറാക്കിയിട്ടുള്ളത്. അഥവാ വലിയൊരു പ്രദേശത്തെ ഒരു ചെറിയൊരു മാപ്പിലേക്ക് ചുരുക്കുമ്പോൾ വളരെ കുറഞ്ഞ വിവരങ്ങൾ മാത്രമാണ് അതിലുള്ളത്. എന്നാൽ ഒരു വില്ലേജിൻ്റെ മാപ്പോ ഒരു ഗ്രാമത്തിൻ്റെ മാപ്പാണെങ്കിൽ ആ മാപ്പിൽ അവിടെയുള്ള കുളവും അവിടെയുള്ള വിവിധ വയലുകളും അതുപോലെ ക്ഷേത്രവും പള്ളിയും ചർച്ചുമൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാകും. എത്രയെന്ന് വെച്ചാൽ ആ ഗ്രാമത്തിലുള്ള ഓരോ കിണറുകളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാകും. അത്തരത്തിലുള്ള ഭൂപടങ്ങളെ സാധാരണ രീതിയിൽ വലിയ തോത് ഭൂപടങ്ങൾ എന്നാണ് വിളിക്കാറുള്ളത്. അന്നേരം ഇന്ത്യ പോലെയുള്ള വലിയൊരു രാജ്യത്തിൻ്റെ ഭൂപടം തയ്യാറാക്കുമ്പോൾ ഇത്തരത്തിലുള്ള സൂക്ഷ്മമായ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടായിരിക്കും തയ്യാറാക്കിയിട്ടുണ്ടാവുക. അങ്ങനെയുള്ള ഭൂപടങ്ങളെ ചെറിയ തോത് ഭൂപടങ്ങൾ എന്നാണ് വിളിക്കാറുള്ളത്. ധരാതലീയ ഭൂപടങ്ങൾ എന്ന് പറയുന്നത് വലിയ തോത് ഭൂപടങ്ങൾ തന്നെയാണ്. അതിൽ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായിട്ടുള്ള ധാരാളം ഭൗമോപരിതല സവിശേഷതകൾ എന്ത് ചെയ്തിട്ടുണ്ടാകും? ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാകും. ഉദാഹരണമായിട്ട് ഭൗമോപരിതലത്തിൻ്റെ ഉയർച്ച താഴ്ചകൾ, നദികൾ, മറ്റു ജലാശയങ്ങൾ, വനങ്ങൾ, കൃഷിസ്ഥലങ്ങൾ, തരിശുഭൂമികൾ, ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ തുടങ്ങി പ്രധാനപ്പെട്ട എല്ലാ ഭൗമോപരിതല സവിശേഷതകളും നമുക്ക് എവിടെ കാണാൻ കഴിയും? ഈ ധരാതലീയ ഭൂപടങ്ങളിൽ കാണാൻ കഴിയും. ഇന്ത്യയിൽ ധരാതലീയ ഭൂപട നിർമ്മാണത്തിൻ്റെ ചുമതലയുള്ളത് സർവേ ഓഫ് ഇന്ത്യ എന്ന കേന്ദ്ര സർക്കാർ ഏജൻസിക്കാണ്. രാജ്യസുരക്ഷ പരിഗണിച്ച് തന്ത്രപ്രധാനമായിട്ടുള്ള ഭൂപ്രദേശങ്ങളുടെ ധരാതലീയ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് വളരെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളുണ്ട്. ധരാതലീയ ഭൂപടങ്ങൾ ശത്രുക്കൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാനും മറ്റൊക്കെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെ ധരാതലീയ ഭൂപടങ്ങൾ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള, ഉദാഹരണമായിട്ട് നമ്മുടെ സൈനിക ക്യാമ്പുകൾ, നേവി ബേസിൻസ്, ഇതൊക്കെ ഒഴിവാക്കിയിട്ടായിരിക്കും ധരാതലീയ ഭൂപടങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കുക. ധരാതലീയ ഭൂപടങ്ങളുടെ ഉപയോഗങ്ങളാണ് നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത്. വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ധരാതലീയ ഭൂപടങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പ്രധാനമായിട്ടും ഭൂപ്രദേശങ്ങളുടെ ഭൗതികവും സാംസ്കാരികവുമായ സവിശേഷതകൾ വിശകലനം ചെയ്ത് അതിനെക്കുറിച്ച് പഠനം നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്നു.
2. സൈനിക പ്രവർത്തനങ്ങൾക്കും സൈനിക ഭൂപടങ്ങളുടെ നിർമ്മാണത്തിനും വേണ്ടി ഉപയോഗിക്കുന്നു. 3. സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ഭാഗമായി ഒരു പ്രദേശത്തിൻ്റെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ വിഭവങ്ങൾ കണ്ടെത്തി പഠിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. നഗരാസൂത്രണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഇങ്ങനെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ധരാതലീയ ഭൂപടങ്ങളെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് ഭൂപ്രദേശങ്ങളുടെ ഭൗതികവും സാംസ്കാരികവുമായ സവിശേഷതകൾ മനസ്സിലാക്കുന്നതിന്, സൈനിക പ്രവർത്തനങ്ങൾക്ക് സൈനിക ഭൂപടങ്ങളുടെ നിർമ്മാണത്തിന്, സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ഭാഗമായി ഒരു പ്രദേശത്തിൻ്റെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായിട്ടുള്ള വിഭവങ്ങൾ കണ്ടെത്തുന്നതിന്, അതുപോലെ നഗരാസൂത്രണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. ശരിയായ പരിശീലനത്തിലൂടെയും പ്രായോഗിക പരിചയത്തിലൂടെയും മാത്രമേ നമുക്ക് ഒരു ധരാതലീയ ഭൂപടത്തെ വായിച്ചെടുക്കാൻ കഴിയുള്ളൂ. കാരണം ധരാതലീയ ഭൂപടങ്ങളുടെ നമ്പർ ക്രമം, സ്ഥാനനിർണയ രീതികൾ, അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും, ഭൂപ്രദേശത്തിൻ്റെ ഉയരവും ചെരിവും, ചിത്രീകരിക്കുന്ന രീതികൾ എന്നിവയെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ധരാതലീയ ഭൂപട വായന വളരെ കൃത്യമായിട്ട് നടത്താൻ കഴിയുകയുള്ളൂ. ചിത്രത്തിൽ കാണുന്നത് ഒരു ധരാതലീയ ഭൂപടമാണ്. അതിൽ ഗുജറാത്ത്, രാജസ്ഥാൻ സർവേ ചെയ്ത വർഷം അവിടെ കൊടുത്തിട്ടുണ്ട്, 1959-60. മാത്രമല്ല ഈ ഒരു ധരാതലീയ ഭൂപടത്തിൻ്റെ കൃത്യമായിട്ടുള്ള നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്, 45D/10. മാത്രമല്ല ഇവിടെ നോർത്തിങ്സ്, ഈസ്റ്റിങ്സ് അങ്ങനെയുള്ളതിൻ്റെ ഒക്കെ കൃത്യമായിട്ടുള്ള കണക്കും രേഖകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്.